ആശാവർക്കർമാരുടെ സമരത്തിൽ സർക്കാരിനെതിരെ കടുത്ത വിമർശനവുമായി CPI സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ വീണ്ടും രംഗത്ത്. മനുഷ്യസ്നേഹത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത ഈ നിലപാട് ഇടതുപക്ഷത്തിന് ഭൂഷണമല്ലെന്നും KK ശിവരാമൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു. ജെയിനസ് രാജു വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ജെയിൻ, ഈ എത്രയും പെട്ടെന്ന് ഈ സമരം അവസാനിപ്പിക്കണം എന്നുള്ളതാണ് സർക്കാർ ആശാവർക്കർമാരോട് പറഞ്ഞിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുന്നത്. സർക്കാരിന് ഔദാര്യമാണ് ഇപ്പോൾ കിട്ടുന്ന ഓണറേറിയം എന്നുള്ളതാണ് ഈ CITUവിന്റെ തന്നെ കീഴിൽ വരുന്ന ആശാവർക്കർമാരുടെ സംഘടനാ നേതാവ് PP പ്രേമ ഇന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പ്രതികരണം. അതിനിടയിലാണ് CPI ഇതിൽ നിലപാട് ആവർത്തിക്കുന്നത്. എന്താണ് പറയുന്നത്? അക്ഷയ്, ഇത് CPIയുടെ ഔദ്യോഗിക നിലപാടാണോ എന്ന് വ്യക്തമല്ല. പക്ഷേ KK ശിവരാമൻ CPIയുടെ സംസ്ഥാന കൗൺസിൽ അംഗമാണ്. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നാണ് അതിശക്തമായ വിമർശനം സർക്കാരിനെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും ഉയർന്നു വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കണ്ണിൽ ചോരയില്ലാത്ത മനുഷ്യസ്നേഹത്തിന്റെ ഒരു കണിക പോലും ഇല്ലാത്ത നിലപാടാണ് ഇത് എന്നുള്ളതാണ്. ഇത് ഇടതുപക്ഷത്തിന് ഭൂഷണമല്ല എന്ന വിമർശനമാണ് KK ശിവരാമൻ ഉന്നയിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ അഭിഭാഷകരുടെയും അതോടൊപ്പം തന്നെ PSC ചെയർമാൻ, PSC അംഗങ്ങളുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചതിനെയും KK ശിവരാമൻ അതിശക്തമായ ഭാഷയിൽ എതിർക്കുന്നുണ്ട്. 7,000 രൂപ മാത്രമാണ് ഇപ്പോൾ ആശാ വർക്കർമാർക്ക് വരുമാനമുള്ള അല്ലെങ്കിൽ ശമ്പളമായി നൽകുന്നത്. എന്നാൽ പ്രതിമാസം ലക്ഷങ്ങൾ ശമ്പളവും സർവ്വ ആനുകൂല്യങ്ങളും വാങ്ങി രാജകീയമായി ജീവിക്കുന്ന PSC ചെയർമാനും മെമ്പർമാർക്കും വീണ്ടും ലക്ഷങ്ങൾ വാരിക്കൊടുക്കുന്നത് ഇടതുപക്ഷത്തിന്റെ നയമാണോ എന്നുള്ളതാണ് KK ശിവരാമന്റെ ചോദ്യം. അതോടൊപ്പം തന്നെ നല്ല ശമ്പളമുള്ള ഹൈക്കോടതി പ്ലീഡർമാരുടെ ശമ്പളങ്ങളും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആശാ വർക്കർമാരുടെ കാര്യത്തിൽ വരുമ്പോൾ അത് ശരിയായ നിലപാടല്ല സർക്കാർ സ്വീകരിക്കുന്നത് എന്ന വിമർശനം ഉന്നയിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ NHM സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറുടെ അന്ത്യശാസനയും KK ശിവരാമൻ വിമർശിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൂന്നാറിലെ പെമ്പിള ഒരുമ സമരവുമായി ചേർത്തുവെച്ച് എളമരം കരീം കഴിഞ്ഞ ദിവസം എഴുതിയ ലേഖനമാണ്. ആ ലേഖനത്തിനെതിരെ അതിശക്തമായ ഭാഷയിലുള്ള വിമർശനമാണ് ഉയരുന്നത്. ഈ സമരത്തിൽ പങ്കെടുത്തത് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾ ഒരുമിച്ച് പെമ്പിള ഒരുമ എന്ന പേരിൽ സമരം നടത്തിയതിൽ CITUവിന്റെയും INTUCയുടെയും AITUCയുടെയും അംഗങ്ങൾ അടക്കം ഉണ്ടായിരുന്നു എന്ന കാര്യം ഓർക്കണം എന്നുള്ളതാണ് KK ശിവരാമൻ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് അന്ന് അവിടെ സമരം നടന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കുടക്കീഴിലായിരുന്നില്ല. സ്ത്രീകൾ ഒന്നിച്ച് അവരുടെ അവകാശത്തിന് വേണ്ടി പോരടിക്കുകയാണ് ഉണ്ടായത്. ആ സമരത്തെയാണ് കഴിഞ്ഞ ദിവസം എളമരം കരീം വിമർശിച്ചത്. ആ വിമർശനത്തെ അതിശക്തമായ ഭാഷയിലാണ് KK ശിവരാമൻ തള്ളുന്നത്. ശരി, ജെയിനസ് രാജു ആണ് വിവരങ്ങൾ നൽകിയത്. ജെയിൻ സൂചിപ്പിച്ച എടുത്തു കാണിച്ച ഈ എളമരം കരീമിന്റെ ആ ലേഖനം ഉൾപ്പെടെ തൊഴിലാളി പാർട്ടിയാണ്, തൊഴിലാളി പ്രസ്ഥാനമാണ്, തൊഴിലാളികൾക്ക് വേണ്ടി എന്ന് ആവർത്തിച്ചു പറയുന്ന അതേ പാർട്ടിയുടെ ഭാഗത്ത് നിന്നാണ് ഈ ഇത്രയും ദിവസമായി സമരമിരിക്കുന്ന ആശാ വർക്കർമാർക്ക് നേരെ അതിക്രൂരമായിട്ടും ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാത്ത നിലപാട് സ്വീകരിച്ചു പോരുന്നത്. അതിനിടെയാണ് ഇപ്പോൾ KK ശിവരാമൻ ഈ ഇടതുപക്ഷത്തിനെതിരെ CPI നയങ്ങൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്.